കമ്പ്യൂട്ടർ സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ഒരാൾക്ക് മാത്രമേ പ്രോഗ്രാമിംഗ് ചെയ്യാൻ പറ്റൂ എന്നൊന്നുമില്ല കേട്ടോ. ഞാൻ മെക്കാനിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ഒരാളാണ്. ഇപ്പോൾ 2 വർഷമായി പ്രോഗ്രാമറാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്തെന്ന് വെച്ചാൽ, കോഡിംഗ് ചെയ്യാൻ നിങ്ങൾ ഒരു കമ്പ്യൂട്ടർ എഞ്ചിനീയർ ആവേണ്ട ആവശ്യമില്ല. കോഡിംഗ് ഏത് സ്ട്രീമിലുള്ളവർക്കും ഈസിയായി പഠിക്കാൻ പറ്റുന്ന ഒന്നാണ്. കോഡിംഗ് പഠിക്കാനുള്ള ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ ഒരു ഈസി ആയിട്ടുള്ള ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് തിരഞ്ഞെടുക്കുന്നതാണ്. പൈത്തൺ, ജാവ പോലുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകൾ ബിഗിനേഴ്സിന് ഈസി ആയിട്ട് പഠിക്കാവുന്നതാണ്. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന്റെ ബേസിക് പഠിക്കുക എന്നതാണ്. ഉദാഹരണത്തിന് വേരിയബിൾസ്, ഡേറ്റ ടൈപ്സ്, ലൂപ്സ്, ഫങ്ഷൻസ്. തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി അഡ്വാൻസ് ടോപ്പിക്സ് ആയ ഊപ്സ് കോൺസെപ്റ്റ്, കളക്ഷൻസ്, ഡേറ്റാബേസ് ഇതൊക്കെ പഠിക്കുന്നതാണ്. ജോലി സാധ്യത കൂട്ടാൻ വേണ്ടി ഒരു ഫ്രെയിം വർക്ക് കൂടെ പഠിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഇതൊക്കെ പഠിക്കാൻ കുറെ സമയം എടുക്കില്ലേ? ഒരിക്കലുമില്ല. വെറും 100 ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഒരു ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ ആവാം. ടെക്നോപാർക്കിലെ ഫെയ്ത്ത് ഇൻഫോടെക് അക്കാഡമിയുടെ 100 ഡേയ്സ് പ്രൊപ്പൽ ഫുൾ സ്റ്റാക്ക് ട്രെയിനിങ് ഡെവലപ്മെന്റ് കോഴ്സിൽ ഉടൻ തന്നെ എൻറോൾ ചെയ്യും.